അന്ധവിശ്വാസങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുക്തിവാദികൾ നിലകൊള്ളുന്നത്. എന്താണ് യുക്തിവാദം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, വിശ്വാസക്കൊള്ളകൾ, ഇതിനെതിരെയുള്ള ഒരു പടനയപ്പാണ് ഈ പറയുന്ന യുക്തിവാദികൾ. എനിക്കൊന്ന് 108 വർഷമൊക്കെ ആയില്ലേ യുക്തിവാദി സംഘടനയൊക്കെ തുടങ്ങിയിട്ട്. ഏകദേശം ഓൾമോസ്റ്റ് 100 years ആയി, 100 century ഒക്കെ അടിച്ചടേ. അങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിനകത്ത് ശ്യാംകുമാർ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള നല്ല രീതിയിൽ സ്പീച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് കൃത്യമായി ബോധവൽക്കരണം ഏർപ്പെടുത്തുന്ന അദ്ദേഹത്തിന് വ്യക്തിഗത ആക്രമണങ്ങളല്ല, അദ്ദേഹം മതവിശ്വാസങ്ങളിലുള്ള ന്യൂനതകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാണ്. ദളിതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 4-5 പേരുടെ പേര് പറയാം. ഞാൻ നോക്കി, കൊള്ളാം കേട്ടോ, നല്ല പോസ്റ്റർ. നിങ്ങൾ കണ്ടില്ലേ പോസ്റ്റർ? കിടുവല്ലേ, കിടുക്കാച്ചി പോസ്റ്റർ. ഇതിൽ ശ്യാംകുമാർ ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്തായാലും ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഐ വിൽ ബി ദെയർ വിത്ത് ഐ വോണ്ട് ടു സീ ശ്യാംകുമാർ അദ്ദേഹം എന്താണ് പറയണതെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ അത് പ്രോഗ്രാമിന് പോകും. നിങ്ങൾ വരണം കേട്ടോ, എല്ലാവരും വരണം. പിന്നെ ഇനി അതിനകത്ത് ആരാ പട്ടിയുടെ മാളവിക ബെന്നിയാണ്. ആ സ്ത്രീ വനിതാരത്നം മാളവിക ബെന്നിയാണ്. അതും നല്ല അത്യാവശ്യം, അവർക്ക് ഫിനാൻഷ്യലി വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഐ മീൻസ് അവരങ്ങനെ തെണ്ടി തിന്നുന്ന ടീമല്ല. അതിന് അപ്പുറത്തിരിക്കുന്നവൻ ആളുകളെ പറ്റിച്ച് തിന്നുന്നവനാണെന്നുള്ളത് നമുക്കറിയാം, തെണ്ടി തീറ്റയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരെ ഈ 5 പേര്, ഈ 5 പേർക്കൊപ്പം ഫോട്ടോയിൽ കൊണ്ടുവന്നതിലുള്ള എൻ്റെ ഒരു വൈക്ലഭ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ വിത്ത് എവിഡൻസ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെളിവുൾപ്പെടെയാണ് പറയുന്നത്. അതിനകത്ത് എന്നെ പോലെ ഒരു വ്യക്തിയെ ആശയത്തിന് ആശയപരമായി അടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് അയാൾ മിക്കവാറും പോസ്റ്റ് ഇടുന്നതും വളരെ മ്ലേച്ഛമായി എന്നെ പറയുന്നതും അവതരിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ യുക്തിവാദികൾ കൂട്ടുപിടിച്ചവൻ യുക്തിവാദമാണ് പറയണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മാളവിക ബെന്നി പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഹെഡാണ്. പിന്നെ അടുത്തിരിക്കുന്നത് വിശ്വനാഥൻ ഡോക്ടറാണ്. വിശ്വനാഥൻ ഡോക്ടർ ഒരു ഗവൺമെൻറ് പിന്നെ ഓർത്തോ ഡോക്ടറായിരുന്നു. പുള്ളി ഇപ്പോൾ റിട്ടയർ ആയെന്നാണ് തോന്നുന്നത്. വരുമാനത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഫണ്ടിനൊന്നും വലിയ കഷ്ടപ്പാടില്ല, ആരുടെയും ഫണ്ടൊന്നും വേണ്ട. എന്തായാലും അദ്ദേഹം ഇത് പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുപോലെ മാളവിക ബെന്നിയും പണത്തിന് വേണ്ടിയിട്ടില്ല. ശ്യാംകുമാറിനെ പിന്നെ നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിയിട്ടാണ് പൊതുസമൂഹത്തിലേക്ക് ഈ വിജ്ഞാനങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എഫർട്ട് എടുക്കുന്നത്. വളരെ കാര്യശേഷിയോടുകൂടി നടത്തുന്ന അദ്ദേഹവും ഒരു പ്രൊഫസറാണ്. അദ്ദേഹവും പ്രൊഫസറാണെന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തേവര കോളേജിലെ പ്രൊഫസറാണ്. പിന്നെ അടുത്ത ആരായിരുന്നു? ഇനി എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന KEN കുഞ്ഞഹമ്മദ്. പുള്ളിയുടെ ലൈഫ് കൊണ്ട് തന്നെ കുറേ കാര്യം. പുള്ളി ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ബ്രാഹ്മണ സ്ത്രീയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. എന്നിട്ട് പുള്ളി യുക്തിവാദമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് അവർ തമ്മിൽ ഒരു എന്താ പറയുക, മതബോധത്തിൽ ജീവിക്കുന്നവരല്ല, മതം വിട്ടു നിൽക്കുന്ന 2 കൂട്ടുകളാണ്. അപ്പോൾ അദ്ദേഹം പ്രൊഫസർ തന്നെയാണ്. അപ്പം ഫറൂഖ് കോളേജിൽ മുമ്പ് ഉണ്ടായിരുന്ന പ്രൊഫസറാണ്, ഇപ്പം റിട്ടയർ ആയ പ്രൊഫസറാണ്. ഇനി അതിനകത്ത് നിൽക്കുന്ന ജബ്ബാർ അളിയനാണ്. അല്ല മാഷിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഞാനുണ്ട്, ഉടനെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. ജബ്ബാർ മാഷും ഇതുപോലെ തന്നെ അധ്യാപകനായിരുന്ന അദ്ദേഹം റിട്ടയർ ആയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം റിട്ടയർ ആയ ശേഷം അത്യാവശ്യം ആ ഫണ്ടിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഫണ്ടിന് വേണ്ടിയിട്ട് ഈ പരിപാടി നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചാനലുണ്ടോയെന്ന് വെച്ചാൽ യെസ്, ഓഫ് കോഴ്സ് ചാനലുണ്ട്. അതിൽ കൂടെ ഇസ്ലാമികപരമായ കാഴ്ചപ്പാടുകളിൽ മാത്രം മൂന്നി നിന്നുകൊണ്ട് പല പ്രസ്താവനകളും പല പ്രദോഷങ്ങളും നടത്തുന്ന മിസ്റ്റർ ജബ്ബാർ മാഷ് അവർകൾ അറിയാൻ. നിങ്ങൾ 5 പേർക്കൊപ്പം ഒരു കാട്ടുകള്ളനെ വെക്കുന്നതിൽ നിങ്ങൾക്ക് അഭിമാനക്ഷതമൊന്നും ഉണ്ടാവുന്നില്ലേ? നിങ്ങൾ 5 പേരും കള്ളിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ലിയാഖത്ത് അലി എന്ന് പറയുന്ന ആൾ നിങ്ങളെപ്പോലെ അന്ധവിശ്വാസങ്ങൾക്കും അതിൽ കൂടെയുള്ള ചൂഷണങ്ങൾക്കും എതിരെയാണ് ശബ്ദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അയാൾ അന്ധവിശ്വാസമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിങ്ങൾക്ക് അന്ധവിശ്വാസമുള്ള, യുക്തിവാദികൾക്ക് വിശ്വാസികൾ അന്ധവിശ്വാസികളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അന്ധവിശ്വാസിയായ ഒരു പാവം സാധു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 1ഉം 2ഉമല്ല 5 ലക്ഷം രൂപയാണ് മോഷ്ടിച്ചിട്ടുള്ളത്. അയാൾ കൊടുത്തത് ഏത് ടൈമിലോ ആവട്ടെ, അത് എന്ത് വിധത്തിലോ ആകട്ടെ, 5 ലക്ഷം രൂപ ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ഒരു കള്ളൻ്റെ ഒപ്പം ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് എന്താണ്? പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്കൊന്ന് പറയാമോ? ഇത് ഞാൻ നേരിട്ട് ഒന്ന് ചോദിക്കും. നേരിട്ടാണ് വരുന്നത്, കാരണം ഇത് ചോദിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. നിങ്ങൾ അവിടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മനുഷ്യർ നിങ്ങളെ അന്ധമായി വിശ്വസിച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്.
എന്തൊക്കെയോ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശബ്ദിക്കുന്നു. സാമൂഹിക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഞങ്ങൾക്കും അറിവുകൾ നേടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം ഞാൻ കാണുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ശ്യാം കുമാറിൻ്റെത് ഞാൻ കണ്ടിന്യൂസ് കാണുന്ന ഒരു സംഗതിയാണ്. അതിന് തർക്കമേൽ. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര റെസ്പെക്റ്റാണ്. സ്പീച്ച്ലെസ് ആണ്. നമുക്ക് മനസ്സിലാകാത്ത അർത്ഥതലങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്ന് ആ കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും. ഇതുപോലെ തണ്ടക്ക മണ്ടക്ക വർത്താനം ജബ്ബാർ മാഷിനെ പോലെയൊന്നും പറയുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് പോലും ആരിഫ് ഹുസൈനെ പോലുള്ള സംഘിവാദികളായ ഭീകരവാദികളായ വൃത്തികെട്ടവന്മാരെ നീക്കി നിർത്തുന്നതിന് പകരം അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ ഒരു വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയുന്നതാണ്. ഇതിനകത്ത് കുറെ പേരുണ്ട്. കുറേയിലധികം തന്നെ ഉള്ളത് ആരൊക്കെയാണ്? യുക്തിവാദികളെന്ന് അഭിനയിച്ചുകൊണ്ട് കുയുക്തിവാദം പറയുന്ന ജുത്തന്മാരാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനു വേണ്ടി സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നോ ആ മെസ്സേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഒറ്റകൾ അതിനകത്ത് കിടന്ന് പെർഫോം ചെയ്യുന്നെന്നുള്ളത് വസ്തുത. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി. പക്ഷെ ഈ വിഷയത്തിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എടുത്ത ഒരു സ്റ്റാൻഡ് എനിക്കതങ്ങ് ഇക്ഷ പിടിച്ചു. അതങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ കഞ്ചാവടി നിർത്തുമ്പോൾ അവനിക്ക് സ്വബോധം വരും, എത്തി നല്ല കാര്യം പറയും, വീണ്ടും കഞ്ചാവടിക്കും. അതാണ് പ്രശ്നം. പക്ഷെ എന്നിരുന്നാലും അവൻ പറഞ്ഞതും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് വെക്കാം. അവന് തോന്നിയ ബോധം പോലും ജബ്ബാർ മാഷിന് തോന്നിയിട്ടില്ല എങ്കിൽ, ശ്യാം കുമാർ സാറിന് തോന്നിയിട്ടില്ല എങ്കിൽ, വിശ്വനാഥൻ ഡോക്ടർക്ക് തോന്നിയിട്ടില്ല എങ്കിൽ, കൂടെ നിൽക്കുന്ന മറ്റ് 2 പേർക്കും തോന്നിയിട്ടില്ല എങ്കിൽ, ലേഡിയായ താങ്കൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ, അവിടെ ഒരു സ്ത്രീ കരച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിഷമത്തിലാണ്. കഷ്ടപ്പെട്ട് ചേർത്ത് പറക്കി വെച്ചിരിക്കുന്ന പണം, ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. അന്തസ്സായിട്ട് എനിക്ക് നിൻ്റെ ഒപ്പം സംവാദത്തിന് തയ്യാറല്ല വിട്ടേരെ എന്ന് പറഞ്ഞ പണം തിരികെ കൊടുക്കുക, അല്ലെങ്കിൽ സംവാദത്തിന് തയ്യാറാവുക. അതൊരു മാനേഴ്സാണ്. സംവാദത്തിന് അവൻ തയ്യാറാകത്തില്ല, അവൻ അതിനുള്ള ആംബിയർ ഇല്ല. രണ്ടാമത്തെ കാര്യം, ആ പണം അവൻ അർഹിക്കുന്ന പൈസയേ അല്ല. 1ഉം 2ഉമല്ല 5 ലക്ഷം രൂപയാണ്. ഇത്രയും വലിയൊരു ചതി ഇവൻ ചെയ്തിട്ട് ഇവനെ നിങ്ങൾ യുക്തിവാദി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൽ പങ്കുണ്ട്. ഒരുപക്ഷെ ഈ ഫണ്ടായിരിക്കാം നിങ്ങൾ അവിടെ ചെലവാക്കുന്നത്. അതല്ലേ സത്യം? അവൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് അവൻ ചീഫ് ഗസ്റ്റ് ആക്കി അവനെയും കൊണ്ട് നിങ്ങൾ നടത്തുന്നത് ഈ മുസ്ലിങ്ങളുടെ പൈസയാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇസ്ലാമികപരമായ കാഴ്ചപ്പാട് ഇഷ്ടമില്ല, ഹിന്ദുക്കളുടെ ആചാര രീതി അത് ഇഷ്ടമില്ല, ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഒരാളുടെ പണം പറ്റിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൊള്ളക്കാരൻ ലേബലിൽ നിങ്ങളും അറിയപ്പെടുമെന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. 100% എന്താണ് ലിയാഖത്ത് അലിയുടെ ജോബ്? ഗവൺമെൻറ് സെക്ടറിലാണോ? ലിയാഖത്ത് അലിയുടെ സ്വന്തം സഹോദരങ്ങൾ വന്ന് പറയുന്നു, ഒരുപാട് പൈസ ഞങ്ങൾ സഹോദരങ്ങളിൽ നിന്ന് കട്ടുകൊണ്ടുപോയിട്ടുണ്ട്, ചിട്ടി നടത്തി പൈസ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ പൈസ വിഷയത്തിൽ വളരെ വൾഗറാണ് അയാൾ എന്ന് അവരുടെ കുടുംബം പറയുന്നു. ശരി, കുടുംബക്കാർക്ക് അയാളോട് സാധ്യതയില്ല, താല്പര്യമില്ല. ചുറ്റും നിൽക്കുന്ന സുഹൃത്തുക്കൾ പറയുമോ? പോട്ടെ, എൻഡ് ഓഫ് ദ ഡേ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ 5 ലക്ഷം രൂപ വാങ്ങി എടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതെനിക്ക് അവകാശപ്പെട്ട പണം എന്ന് പറയുമ്പോൾ ഇതാണോ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന യുക്തിവാദം എന്ന് എൻ്റെ ചോദ്യം. സിമ്പിളാണ്, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്നെനിക്കറിയാം. എന്നാലും എൻ്റെ ചോദ്യം അവിടെ നിലനിൽക്കും. ഈ ചോദ്യത്തിന് മാനം മര്യാദയ്ക്ക് ഉത്തരം തരുന്നതിന് പകരം എൻ്റെ വ്യക്തി എത്തിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഷെഫീന ഉണ്ടാവും ഈ ചോദ്യം ലൈവായിട്ട് ചോദിക്കാൻ വിത്ത് ആ ഉസ്താദുമായിട്ട്. ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വിത്ത് പോലീസ് സെക്യൂരിറ്റി ആ ഉസ്താദുമായി ആ പ്രോഗ്രാമിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് തീരുമാനം. ഞങ്ങൾക്കൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ പ്രോഗ്രാമിൽ വരാം. ഇവർ നടത്തുന്ന ആ പ്രോഗ്രാമിൽ നമ്മൾക്കിത് ചോദ്യം ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. ഞങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടിയേ മതിയാവൂ. ആ പാവപ്പെട്ടവൻ്റെ പൈസ തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണോലും ഇസ്ലാമിനെ അവഹേളിക്കാം, അധിക്ഷേപിക്കാം, എന്ത് മോശം പറഞ്ഞിട്ടും അത് നിങ്ങൾക്ക് വാരി തിന്നാം. അത് നിങ്ങൾ മലം തീരികളായതുകൊണ്ട് നിങ്ങൾക്കത് തിന്നാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ബാക്കിയുള്ള 5 പേരോട് എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. പക്ഷേ ഇവൻ്റെ ഒപ്പം നിങ്ങൾ ആ വേദി പങ്കിടുകയാണെങ്കിൽ നിങ്ങൾ അവനെ പോലെയാണ് എന്ന് അടിച്ച് പറയുക മാത്രമല്ല, കണ്ടിന്യൂസ്ലി ഇതിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും ഈ പാവപ്പെട്ടവനെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് നിൽക്കും എന്നുള്ള തർക്കമേ വേണ്ട. ദയവ് ചെയ്ത് കാര്യം മനസ്സിലാക്കും. ഏതായാലും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് ആ കാര്യം മനസ്സിലായ സ്ഥിതിക്ക് അയാളുടെ വോയിസ് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ഇതെങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായിട്ട് ചില ചാനലുകളിൽ 2 മുസ്ലിങ്ങൾ മൂങ്ങുകയാണ്. ഒരു ആട്ടും താടിയൊക്കെ വെച്ചിട്ട് ഒരു സലഫിയാണെന്ന് തോന്നുന്നു. ആളും പിന്നെ ഒരു മീശ വെച്ചിട്ട് താടിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളും. അപ്പോൾ ഈ ആട്ടും താടി ഒരു സംവാദത്തിൻ്റെ പേരിൽ 5 ലക്ഷം രൂപ ഒരു ഇസ്ലാമിക വിമർശകന് കൊടുത്തുവെന്നും
പിന്നീട് സംവാദം നടന്നില്ല, അതാണ് ഇതാണ് തെറിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത് അയാളുടെ 5 ലക്ഷം പോയി എന്നുള്ള വിഷമം അയാൾക്കുണ്ട്. അയാളുടെ ഈമാൻ ഇങ്ങനെ ചൂടായിട്ട് എന്തോ 5 ലക്ഷം കൊടുത്തു. അപ്പോൾ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തുക അതും വ്യക്തിപരമായിട്ടാണ് കൊടുക്കുന്നത്. ആ താടിയുള്ള മനുഷ്യൻ അയാളുടെ സ്വന്തം പൈസയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള മണ്ടത്തരം, വിവേകമില്ലായ്മ, ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം. ഈ താടിയെ ഒന്നും കൂടി പിരികേറ്റിയാൽ നാളെ പൊട്ടിത്തെറിക്കും. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. ഇങ്ങനെയുള്ള പൊട്ടന്മാരെ പറഞ്ഞു തിരുത്തുകയാണ് ഒരു മനുഷ്യൻ്റെ ജോലി. അല്ലാതെ ഇവരുടെ മണ്ടത്തരം മുതലാക്കി പൈസ കൊള്ളയടിക്കലല്ല. 5 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മുസ്ലിങ്ങളുടെ മണ്ടത്തരം, ഊളത്തരം മുതലാക്കുകയല്ല ചെയ്യേണ്ടത്. സംഘികളുടെ ഊളത്തരം, മണ്ടത്തരം മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. മുസ്ലിങ്ങളുടെ മണ്ടത്തരം മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരാൾ യുക്തിവാദി ആകേണ്ടത് അയാൾ മറ്റുള്ളവരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. 5 ലക്ഷം കൊടുത്താലും ഇല്ലെങ്കിലും എനിക്ക് നഷ്ടമോ ലാഭമോ ഇല്ല. പക്ഷേ ഞാൻ എന്തായാലും ഒരാളുടെ പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യില്ല. അതിനൊരു ന്യായീകരണമില്ല. കാരണം ഞാൻ മനുഷ്യൻ്റെ പൈസക്ക് വില കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് തിരിച്ചൊരു സർവീസും കൊടുക്കുന്നില്ല. ഞാൻ ലോട്ടറി ഒന്നും വാങ്ങാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ദുബായിലുള്ള ആ സമയത്ത് ഞാൻ മുസ്ലിമാണ്. പക്ഷേ ഞാൻ ചില മൂല്യങ്ങൾ ഇസ്ലാം ആയിരുന്നപ്പോഴും ഇസ്ലാം അല്ലാത്തപ്പോഴും തുടരുന്നുണ്ട്. മുസ്ലിം ആയിരുന്നപ്പോഴും എൻ്റെ സഹപ്രവർത്തകർ ദുബായിലെ വമ്പൻ ലോട്ടറി ഉണ്ട്, അപ്പോൾ അത് ഷെയർ ഇട്ടിട്ട് വാങ്ങാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് അടിച്ചാൽ നീ ഖേദിക്കും. ഞാൻ പറഞ്ഞു അത് അടിച്ചാലാണ് ഞാൻ ഖേദിക്കുക. കാരണം ഇത്രയും വരുന്ന അമൗണ്ടിന് ഞാൻ ആ ജനങ്ങൾക്ക് തിരിച്ച് എന്തൊരു സർവീസും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സർവീസ് ഇല്ലാതെ അവരുടെ നിന്ന് ആ പൈസ വാങ്ങുന്നത് ശരിയല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. ഞാൻ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ലോട്ടറി കടകൾ കാണുന്നുണ്ട്. അത് കേരളത്തിലെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൈസ കൊടുത്തിട്ടും വാങ്ങിയിട്ടുമുള്ള സംവാദ പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല. മാത്രമല്ല അയാൾക്ക് ആ പൈസ കൊടുത്തതിൽ നല്ല വേദനയുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചാനൽ കിടന്ന് മോങ്ങുന്നത്. അപ്പോൾ ആ പൈസ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാനൊരു ജഡ്ജിയോ പോലീസോ അല്ല. എന്തായാലും ഞാൻ അങ്ങനെയുള്ള പരിപാടി ചെയ്യില്ല. എന്തായാലും ആ പരിപാടി വളരെ മോശമായി പോയി. ഇത് എൻ്റെ യുക്തിവാദ രീതിയല്ല, വിമർശന രീതിയല്ല. മണ്ടന്മാരെ ഇങ്ങനെ മുതലാക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അത് അയാൾ തെറി വിളിച്ചു, അത് വിളിച്ചു, ഇത് വിളിച്ചു. അയാളുടെ 5 ലക്ഷം എന്ന് പറയുന്നത് അത് വാങ്ങിയാൽ അതിന് യാതൊരു ന്യായീകരണവും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്നോട് ആർക്ക് വെറുപ്പ് തോന്നിയാലും ശരി, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇതാണ്. ആ പാവപ്പെട്ടവന് തോന്നിയ ബോധം പോലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അച്ചാൽ നിങ്ങളുടെ യുക്തിവാദം ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആളുകളെ എന്തിനാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളിതുവരെയുള്ള യുക്തിവാദി ചരിത്രത്തിൽ ഇന്നേ വരെ 10 പൈസയുടെ തട്ടിപ്പോ വെട്ടിപ്പോ ഒരു യുക്തിവാദി നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. യുക്തിവാദികളുമായിട്ട് സൗഹൃദ ബന്ധമുള്ള എനിക്ക് ഇന്ന് വരെ ഇതുപോലെ ഒരു 3rd റേറ്റ് ക്രിമിനൽ ആയിട്ടുള്ള യുക്തിവാദി സൗഹൃദത്തിൽ ഇല്ല. യുക്തിവാദികളുടെ പേര് പോലും ചീത്തയാക്കുന്ന രീതിയിലുള്ള ആ ഒരു വൃത്തികേട് അവൻ കാണിച്ചിട്ട് തട്ടിക്കേക്കുക ഇല്ല എന്നതോ പോട്ടെ, ആ പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തിയേ മതിയാവുള്ളൂ. ഇത് ഒരു വൻ ചതിയാണ്. നിങ്ങൾ അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ പൈസ തട്ടിക്കാൻ വേണ്ടിയിട്ടാണോ യുക്തിവാദം പറയണത്? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കിതിന് മറുപടി തരണം. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പണം പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ആ പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. യുക്തിവാദികളുടെ കൂട്ടായ്മകളിൽ കയറിക്കൂടി യുക്തിവാദം എന്ന വ്യാജേന യുക്തിവാദത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിൽ ഈ പറയുന്നവൻ പറയുന്നത് ഇസ്ലാമിക അവഹേളനം മാത്രമാണ്. ഇതിനെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് മുൻപോട്ട് വന്ന ഒരു സാധു മനുഷ്യന്റെ 5 ലക്ഷം രൂപ നിഷ്കരണം തട്ടിയെടുത്ത ഈ വൃത്തികെട്ടവന്റെ ഒപ്പമാണോ നിങ്ങൾ? അതോ നല്ല രീതിയിൽ സംസാരിച്ച് ആ പാവപ്പെട്ടവന്റെ പൈസ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയുമായി മുൻപോട്ട് പോകുന്നതാണോ ശരിയെന്ന് ഇരുന്ന് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള അനാചാരങ്ങൾ, വിവരക്കേടുകൾ, ഇതിനൊക്കെ എതിരെയാണ് നിങ്ങൾ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണം സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളിൽ ആദ്യം ആ ബോധ്യമുണ്ടാവണം. നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചര്യകളും ആചാരങ്ങളും നിങ്ങൾ നിഷ്കർഷിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ വല്ലവൻ്റെയും പണം തട്ടാനും ജീവിക്കാൻ വേറെ വഴിയില്ലാതെ വിയർപ്പിൻ്റെ അസുഖവും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഇതുപോലുള്ള തക്കാളികളെ കൂട്ടിയിട്ടല്ല ഇത്തരം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓരോ കമൻറ്റും, ഓരോ ലൈക്കും, ഓരോ ഷെയറും ഇവന്മാർക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പം അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറഞ്ഞതുപോലെ മണ്ടന്മാരാണ് ഇസ്ലാമിയർ എന്ന് പറയുന്നു. മണ്ടന്മാരുടെ പണം വേണമോ ഇവർക്ക്? വേണ്ടാലോ. മണ്ടന്മാരാണോ എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ അവരെ പറ്റിക്കുന്നത്? അവർ മണ്ടന്മാരായതുകൊണ്ടാണോ നിങ്ങൾ അവരുടെ ക്യാഷിന് വേണ്ടിയിട്ട് കിടന്ന് ചാടുന്നത്? ഇപ്പോൾ ഒരാളടുത്ത് ഡിബേറ്റിന് വെക്കണമെങ്കിൽ എനിക്ക് പണം വേണ്ട, നിന്റെ തെറ്റുകൾ, നിന്റെ തോന്നലുകൾ, നിന്റെ വിശ്വാസ പ്രമാണങ്ങൾ തെറ്റാണെന്ന് പറയാൻ അവൻ്റെ നിന്ന് പണം എന്തിനു വാങ്ങിക്കുന്നു?
അപ്പൊ അയാൾ എന്തിനാ ഓഫർ ചെയ്തെന്ന ചോദ്യം വരാം, സ്വാഭാവികം. അയാൾ അത് ഓഫർ ചെയ്യും. അയാൾ മണ്ടനാണെന്നല്ലോ നിങ്ങൾ പറയണം. അതെ, അയാൾ മണ്ടത്തരത്തിൽ അത് ഓഫർ ചെയ്തു. ആ മണ്ടത്തരം ഒന്ന് തിരിച്ചു കൊടുത്തുകൂടെ? അത് വെച്ച് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് യുക്തിവാദമാണോ അതോ ഭക്തിവാദമാണോ അല്ല വിയർപ്പിന്റെ അസുഖമാണോ എന്നുള്ളത് ബാക്കി 5 പേരൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളെ അപമാനിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യമല്ല. തീർച്ചയായിട്ടും എനിക്ക് എന്നോട് തീർത്തും താല്പര്യമില്ല. പക്ഷെ കണ്ടപ്പോൾ വളരെ വേദന തോന്നി. പിന്നെ ശ്യാംകുമാർ സാറിന് മനസ്സിലാകാൻ അറിയാമല്ലോ, ശങ്കരാചാര്യരാണ് പണ്ട് വാദവും പ്രതിവാദവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ശങ്കരാചാര്യർ മാത്രമാണ് എൻ്റെ ഒരു അറിവിൽ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കൽ, ബലം പിടിക്കൽ, കൊല്ലൽ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് ഹിന്ദുമത സംസ്കാരത്തിലാണ്. ശങ്കരാചാര്യരാണ് നടത്തിയിട്ടുള്ളത്, അല്ലേ? ഞാൻ പറയാതെ സാറ് തന്നെ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളെടുത്ത് പറയൂ, ലിയാഖത്ത് അലി ചെയ്തത് ശരിയാണോ? വാദപ്രതിവാദത്തിന്റെ ആവശ്യം എന്താ? എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകാം. വാദപ്രതിവാദങ്ങൾക്ക് ഞങ്ങൾ തയ്യാർ, അല്ലെങ്കിൽ ഡിബേറ്റിന് തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റുന്നത് ശരിയായ നടപടിയാണോ? അയാൾ ശരിയായ ദിശയിലാണോ? നിങ്ങൾക്കിടയിലുള്ള ഈ കുഴിത്തുരുമ്പിനെ ആദ്യം നിങ്ങൾ തിരുത്തിയിട്ട് വേണ്ടേ നിങ്ങൾ മതസമൂഹത്തിന്റെ തലയിൽ കയറാൻ? അവരാരെങ്കിലും പറ്റിച്ചതായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനകളും നടത്തുന്ന ഈ കൂട്ടരെ ചേർത്ത് പിടിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്രിമിനലുകളെ വളർത്തുകയാണ്. നാളേക്ക് ക്രിമിനലുകൾക്ക് കൂടി വരാനുള്ള കൂട്ടായ്മയായി യുക്തിവാദം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. യുക്തിവാദം അതാണോ? ഞങ്ങൾക്കതാണോ നിങ്ങൾ പറഞ്ഞു തന്നത്? നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ അകിഷ്ടരായി ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കുകയും കൂട്ടത്തിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിലുള്ള അസമത്വം മാറാനും അനാചാരങ്ങൾക്കും ആക്രമണ സ്വഭാവങ്ങൾക്കും എതിരെ സംസാരിക്കാനും എന്താണ് ആചാരങ്ങളും ഉച്ചനീചത്വം പാടില്ല എന്നുമൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്? ഇത്തരക്കാർക്കൊപ്പം നടന്നാൽ ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? അതും ഇനി പഴയതാണോ അല്ലെ മതപരമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു കാര്യം പറയാം. തൂറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും നിശ്ചയം. അതിനകത്ത് സെന്റ് അടിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ മൂക്കിലേക്ക് കയറും. നാട്ടുകാർക്ക് അത് തീട്ടമായി തന്നെ മണക്കും എന്നുള്ളതാണ് വസ്തുത. കാര്യഗൗരവത്തോടു കൂടി ഇതെടുക്കുക. വെറുതെ ഒരു ഭയങ്കര ഫൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകാതെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് ആണ്. മൈ ഹംബിൾ റിക്വസ്റ്റ്. പേഴ്സണലി ഒരാളെ അടിക്കാനോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നശിപ്പിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കുറച്ചധികം മനുഷ്യരായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ കോൾ ചെയ്ത് പറയാം, പക്ഷെ അതിനേക്കാൾ നിങ്ങളിൽ ഇത്രയും പേരെ കോൾ ചെയ്ത് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾ മൗനമാണെങ്കിൽ പിന്നെ ഫേസ് ഇറ്റ്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഞാൻ അടങ്ങിയിരിക്കുന്ന സ്ത്രീയല്ല, ഞാൻ അടങ്ങിയിരിക്കില്ല. ഈ വിഷയത്തിൽ എനിക്കൊപ്പം കോഴിക്കോട്ടിലുള്ള എല്ലാവരും കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്നിച്ചു പോകാം. ഒരു നീതി നിഷേധത്തിനെതിരെ മതവാദികൾ സംസാരിക്കട്ടെ. യുക്തിവാദികൾക്കാണോ മതവാദികൾക്കാണോ മാന്യതയെന്നും യുക്തിവാദികളാണോ മതവാദികളാണോ മനുഷ്യരെന്നും നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്. ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായിട്ടും ഞാൻ കോഴിക്കോട്ടുകാരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഇത്തരത്തിലുള്ള വൾണറബിലിറ്റി അല്ലെങ്കിൽ വൾഗാരിറ്റിയൊക്കെ വളർത്തുന്നത് കോഴിക്കോട് ജില്ലക്കാരാണ് എന്നുള്ളൊരു പേരുദോഷമുണ്ട് നിങ്ങൾക്ക്. ആ പേരുദോഷം തീർക്കാനെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ആയുസ്സിലെ സമ്പാദ്യത്തിൽ നിന്ന് 5 ലക്ഷം രൂപ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് നിരുപാധികം മാപ്പ് പറഞ്ഞ് പിന്തിരിയേണ്ട അവസ്ഥയിൽ ആ ചെയ്യാതെ അവനെ ഇനിയും വേദികൾ കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒന്നിച്ചൊരു ക്രിമിനൽ കൂട്ടായ്മയാണ്, ക്രിമിനൽ സംഘമാണെന്ന് പറയേണ്ടി വരും. താങ്ക് യു സോ മച്ച്.